12-ാം വയസ്സിൽ തുടങ്ങിയ തയ്യൽ 85-ാം വയസ്സിലും തുടരുന്ന ഒരാളുണ്ട് കോട്ടയം പാലായിൽ. രാധാമണി. പ്രാഥമിക വിദ്യാഭ്യാസം മാത്രം നേടിയിട്ടുള്ള രാധാമണി തയ്യലിലും വസ്ത്ര രൂപകൽപ്പനയിലും ഒക്കെ നേടിയ അറിവും വിജയവും ആരെയും അതിശയിപ്പിക്കുന്ന ഒന്നാണ്. തയ്യൽ ഒരു കുറഞ്ഞ ജോലിയായി കണ്ടിരുന്ന കാലത്തുപോലും നിരവധി പേരെ ഈ രംഗത്തേക്ക് കൊണ്ടുവരാൻ രാധാമണിക്ക് കഴിഞ്ഞു. പ്രതിസന്ധികളെ നിശ്ചയദാർഢ്യത്തിലൂടെ തോൽപ്പിച്ചതാണ് ഈ പാലാക്കാരിയുടെ ചരിത്രം. ആറാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തിയ രാധാമണി 12-ാം വയസ്സിൽ സൂചിയും നൂലും കൊണ്ട് സ്വന്തമായി തുടങ്ങിയ തയ്യലാണ് ഒടുവിൽ ഗീത ടൈലേഴ്സ് എന്ന സ്ഥാപനത്തിൽ എത്തിയത്. കല്യാണം കഴിഞ്ഞ് ഇടപ്പാടിയിൽ എത്തിയപ്പോൾ ആദ്യം ഒരു മുറിയും പിന്നീട് ഒരു തയ്യൽ മെഷീനും വാടകയ്ക്കെടുത്ത് തയ്യൽ ആരംഭിച്ചു. രാധാമണിയുടെ തയ്യൽ ഇഷ്ടപ്പെട്ട് നിരവധി പേർ ഉടുപ്പ് തുന്നിക്കാൻ വന്നു തുടങ്ങി. ഒരു ചെറിയ മുറി എടുത്തു വാടകയ്ക്ക്. ഒരു മുറി എടുത്തിട്ട് അവിടെ ആദ്യം കൈകൊണ്ടൊക്കെ എല്ലാവരും കൂടെ പിള്ളേരൊക്കെ വരും, അവരൊക്കെ കൂടെ കൂടി തയ്ക്കും. പിന്നെ ഒരു വാടകയ്ക്കൊരു മെഷീൻ എടുത്തു, അതേ തയ്ച്ചു. അങ്ങനെ തയ്ച്ചു കൊടുത്ത് എല്ലാവരും പാവപ്പെട്ട വീട്ടിലധികം പഠിപ്പിക്കുകയല്ലോ. അങ്ങനെ പിള്ളേരെല്ലാം ഇവിടെ വന്ന് 150 പേര് എടപ്പാടിയിലുള്ളവരും പുറത്തുനിന്നുള്ളവരും ഒക്കെ ആയിട്ട് പഠിക്കാനും തയ്ക്കാനും ഒക്കെ ആയിട്ട് വന്നു. ഇന്നത്തെ ഫാഷനൊന്നും അന്നത്തെ ഭൂരിഭാഗം ആളുകൾക്കും ഇഷ്ടമായിരുന്നില്ല. എന്നാൽ രാധാമണി അതൊന്നും കാര്യമാക്കിയില്ല. ബ്ലൗസ് ഇടുന്നവരൊക്കെ മോശം, അങ്ങനെയൊക്കെ ഒരു കാലങ്ങളുണ്ടായിരുന്നു. പാവപ്പെട്ടവർക്ക് നല്ല ഡ്രസ്സ് തയ്ക്കാൻ പാടില്ല. ഞാനതെല്ലാം ഒന്നും നോക്കിയല്ല, എല്ലാവർക്കും ഒരുപോലെ നല്ലപോലെ തയ്ച്ചു കൊടുക്കും. അളവെടുക്കലിലാണ് തയ്യലിന്റെ ഏറ്റവും അടിസ്ഥാനപരമായി ശ്രദ്ധിക്കേണ്ടതെന്ന് മനസ്സിലാക്കി. കേവലം ബ്ലൗസ് തുന്നലിന് അപ്പുറം പലതും കണ്ടറിഞ്ഞും സ്വന്തം പരീക്ഷണങ്ങളിലൂടെയും തയ്യലിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അളവെടുക്കുമ്പോൾ വളരെ നല്ലതായിട്ടും ആളെ ശ്രദ്ധിക്കണം. അവർക്ക് എങ്ങനെ തയ്ച്ചാൽ നല്ലതാകും, അവരുടെ ഡ്രസ്സ് എങ്ങനെ ഇട്ടാൽ അവർക്ക് ഭംഗിയാകും. തയ്യൽക്കാരെ താഴ്ന്നവരായാണ് സമൂഹം അന്ന് കണ്ടിരുന്നത്. എന്നാൽ ഇതൊന്നും രാധാമണിയുടെ തയ്യലിനോടുള്ള ഇഷ്ടം കുറച്ചില്ല. തയ്യൽക്കാരികൾ മോശമാണ്, തയ്യൽക്കാർ ആക്ഷേപമാണ്. തയ്യൽക്കാരികൾ എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി ചീത്തയായിട്ട് വ്യാഖ്യാനിക്കും. അങ്ങനെയൊക്കെയുള്ള കാലങ്ങളൊക്കെ തരണം ചെയ്തു. 6-ാം ക്ലാസ് വരെ മാത്രം പഠിപ്പുള്ള രാധാമണി കേരളത്തിന് വെളിയിൽ പലയിടങ്ങളിൽ തയ്യലിന്റെ പുതിയ ട്രെൻഡും സാങ്കേതിക വിദ്യയുമൊക്കെ പഠിക്കാൻ പോയി. പലതരം എംബ്രോയിഡറി ഉൾപ്പെടെ പഠിച്ചതൊക്കെ നിരവധി പേരെ പഠിപ്പിച്ചു. ഇപ്പോൾ ധാരാളം വർക്കുകളും കിട്ടുന്നുണ്ട്. ഇതര സംസ്ഥാനക്കാർ ഉൾപ്പെടെ 15ഓളം പേർ ഗീത ടൈലേഴ്സിൽ ജോലിക്കാരായുണ്ട്. ഗായകൻ യേശുദാസിന്റെ ഭാര്യ പ്രഭ, മുൻമന്ത്രി കെ.എം. മാണിയുടെ കുടുംബം, അങ്ങനെ അറിയപ്പെടുന്ന നിരവധി പേർക്ക് ഒരു കാലത്ത് സ്ഥിരമായി വസ്ത്രങ്ങൾ തുന്നിയിരുന്നത് ഗീത ടൈലേഴ്സിലാണ്. തയ്യൽക്കാരെ മോശമായി കണ്ട ലോകം ഞാൻ മാറ്റി. ഇത്രയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയതിൽ തന്നെ എനിക്ക് ലോകത്തോടും ദൈവത്തോടും ഭയങ്കര നന്ദിയുണ്ട്. വയസ്സ് 85 പിന്നിട്ടെങ്കിലും ഇന്നും തൻ്റെ കർമ്മരംഗത്ത് സജീവമാണ് ഈ പാലാക്കാരി. ഒരു സ്വയം തൊഴിൽ എന്നതിലുപരി രാധാമണിയുടെ ഗീത ടൈലേഴ്സ് ഇന്ന് നിരവധി പേർക്ക് ഒരു ഉപജീവന മാർഗം കൂടിയാണ്. അമൃത ന്യൂസ്, കോട്ടയം.